അപ്പോൾ നമ്മളിന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. നാളെ മറ്റന്നാളിപ്പം കർക്കിടക മാസമൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് തട്ടിയടിച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി കേട്ടോ. ഒരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം വയറിങ്ങിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ നടത്തിയോണ്ട് തന്നെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാകെ നനച്ച് തുടച്ചൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ മഴയൊക്കെ ആയത് കാരണം അതൊക്കെ അങ്ങോട്ട് വഴുകിയിട്ട് ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ പുതിയ മാറാല തട്ടുന്ന സാധനം വാങ്ങിയത്. അപ്പോൾ പിന്നെ നമുക്ക് പുതിയത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു ഉഷാറൊന്നും കൂടുമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് മാറാല മാത്രം തട്ടാനല്ല, ഈ ഫാനൊക്കെ ഉണ്ടല്ലോ, ഈ ഫാനുമിലുള്ളതൊക്കെ തട്ടാൻ നല്ലൊരു എളുപ്പമാണ് കേട്ടോ. ഈ മാറാല തട്ടുന്നതിൻ്റെ അടിയിൽ തന്നെ ചെറിയൊരു ബ്രഷ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ചിറകിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്തി ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ആ ബ്രഷുമ്മിൽ ആ മാറാലയും പൊടിയൊക്കെ പോരും കേട്ടോ. അതുകൊണ്ട് പ്രാവശ്യം സ്റ്റൂളൊന്നും വെച്ച് കയറി തട്ടേണ്ട ഒരു ഇതുണ്ടായിട്ടില്ലേ. പിന്നെ ചക്കരയും കൂടി ഉള്ളതുകൊണ്ട് പണിയൊന്ന് എളുപ്പമായി കേട്ടോ. ചക്കര പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് തന്നെ തട്ടി അങ്ങനെ തുടങ്ങി വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് മുകളിൽ നിന്ന് തന്നെ ആക്കിയത്. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ വിചാരിച്ച് ഞാൻ കൊലായി ഒന്ന് തട്ടിയടിച്ച് അതവിടെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് അടിക്കലും വാരലും ഒക്കെ കഴിഞ്ഞു. അപ്പം തന്നെ ആ ബെഡ്ഷീറ്റും അതൊക്കെ മാറ്റി അതവിടെ വൃത്തിയാക്കിയിട്ടു. പിന്നെ ചക്കരയ്ക്ക് ഈ പൊടി വല്ലാതെ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ അടിച്ച് അരി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ചക്കര അതൊക്കെ തുടച്ച് നീറ്റാക്കിയിട്ടു കേട്ടോ. പിന്നെ ഇത് കോണീൻ്റെ അവിടെയുള്ള ആ ജനലാണ്, അതിന്മേലാണ് കേട്ടോ കുറച്ചൊന്ന് പൊടിയുള്ളൂ. കാരണം അതെപ്പോഴും അങ്ങനെ തട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പെയിൻറ്റ് അത് ഞാൻ ഇതിന് പോയപ്പോൾ ചെയ്തതാണ് കേട്ടോ. ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിന് പോയപ്പോൾ ഞാൻ വരച്ചൊരു ചിത്രമാണ്, പെയിൻറ്റ് കൊടുത്തൊരു ചിത്രമാണ്. അങ്ങനെ ഇതേ സിറ്റ് ഔട്ടും കൂടി തട്ടി അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്താൽ പണി അങ്ങോട്ട് നീളില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ.